ഇക്കൊല്ലത്തെ വിഷുവിന് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ടേ ഒരു 4 തരം പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ മധുര പച്ചടിയിൽ തന്നെ തുടങ്ങാം. പൈനാപ്പിൾ പച്ചടി കാണാം കേട്ടോ. ആദ്യം ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗമേ ഞാൻ എടുത്തുള്ളൂ. അതിൻ്റെ നേർ പകുതി കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത പൈനാപ്പിളൊക്കെ ഒരു കടായിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പും അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ എത്ര പൈനാപ്പിൾ എടുക്കുന്നോ അതിനനുസരിച്ചുള്ള തേങ്ങ, ഞാനിപ്പോൾ ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 ചുവന്നുള്ളിയും ജീരകവും മാത്രം ഇട്ടൊന്ന് അരച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ ഓൾറെഡി പൈനാപ്പിളിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാതിരുന്നത്. ഇനി ആ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഉപ്പ് നോക്കിക്കോണം കേട്ടോ. ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ കറിക്കൊക്കെ കടുക് താളിക്കുന്നത് പോലെ കടുക് താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അസൽ പൈനാപ്പിൾ പച്ചടി റെഡിയാണ് കേട്ടോ. അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വെള്ളരിക്ക പച്ചടിയാണ്. ആവശ്യത്തിനുള്ള വെള്ളരിക്ക ചെറുതായിട്ട് പല്ല് പോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു കടായിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. പാകത്തിനുള്ള തേങ്ങ ഒരല്പം തേങ്ങ മതി കേട്ടോ. ഒരു 1/4 മുറി തേങ്ങ പോലും വേണ്ട. ഒരു 4-5 ചുവന്നുള്ളിയും ജീരകവും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളരിക്കയിലുള്ള വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം ഈ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഒന്ന് നന്നായിട്ട് വേകാൻ അനുവദിക്കുക. ഇനി ഈ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ മാത്രം നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇലയിൽ പച്ചടി വെച്ചാൽ അവിടെ നിൽക്കണം, അത് ഒഴുകാൻ പാടില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നല്ല പുളിക്കാത്ത കട്ടി തൈര് ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. ഇനി നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഒന്ന് സാധാരണ കടുക് വറക്കുന്നത് പോലെ കടുക് വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസൽ വെള്ളരിക്ക പച്ചടി റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പച്ചടിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പുളിക്കാത്ത തൈര് ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പച്ചടിയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് എല്ലാ പച്ചടിക്കും ഒരുപോലെ തന്നെയാണ്. തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ കൂടുതൽ വേണ്ട. ഒരു 1/4 മുറിയേക്കാളും കുറവ് മതി. ഒരു 3-4 പച്ചമുളകും എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഒരു 3-4 ചുവന്നുള്ളിയും ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. അതിനുശേഷം ഏറ്റവും അവസാനം കടുക് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതാണ് പച്ചടിയുടെ അരപ്പ്. ഇനി നമുക്ക് ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് കടുക് വറുത്തതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇല്ലെങ്കിൽ പച്ചടി തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും കടുക് താളിക്കാം. ഇപ്പം ഞാൻ ഒരു എളുപ്പപ്പണി, അതായത് കടുക് വറുത്തതിന് ശേഷം ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, നമുക്ക് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി അത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ അരപ്പ് വേകാൻ വേണ്ടിയിട്ട് ഒരല്പസമയം കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. പിന്നെ ആ വെള്ളം അരപ്പ് വേവുന്നത് മാത്രമല്ല, വെള്ളം നന്നായിട്ട് പറ്റണം. നല്ലതുപോലെ വെള്ളം പറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാവൂ. കാരണം പച്ചടി എന്ന് പറയുന്നത് നമ്മൾ ഇലയിൽ വെക്കുമ്പോഴത്തേക്ക് അങ്ങ് ഒഴുകി പൊയ്ക്കൂടാ. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം പറ്റിയതിന് ശേഷം മാത്രം നല്ല പുളിക്കാത്ത കട്ടി തൈര് ഒഴിച്ചു കൊടുക്കുക. അടുപ്പ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷമാണ് തൈര് ഒഴിക്കേണ്ടത് കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പം അത് ഒന്നുകൂടെ വെള്ളമായി പോകും. അതുകൊണ്ട് അടുപ്പ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. തൈരും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സെർവിങ് ബൗളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നല്ല അസൽ ക്യാരറ്റ് പച്ചടിയും റെഡിയാണ് കേട്ടോ. ഇതും നല്ല ടേസ്റ്റുള്ള ഒരു പച്ചടിയാണ്. ക്യാരറ്റ് പച്ചടി സാധാരണ നമ്മളങ്ങനെ വെക്കാറില്ലല്ലോ. വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ് ഈ ക്യാരറ്റ് പച്ചടി. അപ്പോൾ നമ്മുടെ 3 പച്ചടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ബീട്രൂട്ട് പച്ചടിയിലോട്ട് പോകാം കേട്ടോ. അതും നല്ലൊരു പച്ചടിയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള ബീട്രൂട്ട് എടുക്കുക. തൊലി കളഞ്ഞതിന് ശേഷം നമുക്കത് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ അതിവിടെ ചെറുതായിട്ട് പല്ല് പോലെ
നൈസായിട്ട് അരിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അല്ല നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കടുക് വറുത്തതിന് ശേഷം ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണെങ്കിൽ അങ്ങനെ, നമ്മൾ അരിഞ്ഞതാണെങ്കിൽ അങ്ങനെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മറ്റേ ക്യാരറ്റ് പച്ചടി പോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചൊന്ന് വേവിക്കാനായിട്ട് ഒരു 5 മിനിറ്റൊക്കെ മതി, നന്നായിട്ടത് വെന്ത് കിട്ടും. ഈ സമയത്ത് നമ്മൾ അരപ്പ് തയ്യാറാക്കാം. മുമ്പ് തയ്യാറാക്കിയ അതേ അരപ്പാണ്. തേങ്ങയിൽ ചുവന്നുള്ളിയും പച്ചമുളകും ജീരകവും കൂടി വെച്ച് നന്നായിട്ട് അരച്ചതിന് ശേഷം ഏറ്റവും അവസാനം 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ആ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരപ്പ് വെന്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാത്രം അടുപ്പ് ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കടുക് വറുക്കുന്ന ജോലിയില്ലല്ലോ, ആദ്യമേ തന്നെ വറുത്താണ്. 2 കറിവേപ്പിലയും കൂടെ ഉരിയിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല അസൽ ബീട്രൂട്ട് പച്ചടി റെഡിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 4 പച്ചടിയും ഇന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പച്ചടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുതേ. എല്ലാവരും വിഷുവിന് 4 പച്ചടിയും വെച്ച് നോക്കണേ. ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.